നിന്ന് ആലപ്പുഴയിൽ നിന്ന് MC റോഡ് വഴി ചമ്പക്കുളത്തേക്ക് പോവുകയാണ്. ചമ്പക്കുളത്ത് മോളുടെ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടങ്കരി ദേവിവിലാസ HSS സ്കൂളിലാണ് മോള് പഠിച്ചത്. അപ്പോൾ അയാളുടെ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ നാളായി ഞാൻ ഈ റോഡിലൂടെ വന്നിട്ട്. ഇത് പാടമാണ്, പാടത്തിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് കഴുത്തൊപ്പം വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. കുറേ നാളായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. ആഹാ, എന്താ ഭംഗി, കൊള്ളാം. പൈസ കൊടുത്ത് അന്യനാട്ടിലൊക്കെ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോകുന്നു. നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രകൃതി ഭംഗി ഉണ്ടായിട്ട്. ഇത് ചമ്പക്കുളം പള്ളിയാണേ. ഈ പള്ളിയും പള്ളിയുടെ പരിസരമൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് സ്കൂള്. കുറച്ചും കൂടി അകത്തേക്ക് പോകണം സ്കൂളിൽ പോകാനായിട്ട്. നല്ലപോലെ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ഇത്തിരി അകത്തോട്ടായിപ്പോയി എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമ്മൾ റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് NH നിന്ന് വരുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ യാത്ര കുഴപ്പമൊന്നുമില്ല. കാര്യം നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയി. കുറേ നാളുകൂടിയാണ് ഇതിൽ വരുന്നത്. കുറേ നാളായിട്ട് ട്രെയിൻ യാത്ര തന്നെയായിരുന്നു. വെള്ളവും കായലും ഒക്കെ കണ്ടിട്ട് കുറേ കാലമായി. എന്തായാലും നന്നായി. നിങ്ങളൊക്കെ ഇവിടെ വരണം കേട്ടോ, ഞങ്ങളുടെ കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. കുട്ടനാടിൻ്റെ ഭംഗിയെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇഷ്ടം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, ഇത് കണ്ട കായലാണെന്ന് തോന്നുന്നു. കായലല്ല, പക്ഷെ പാടമാണ്. ഇവിടെ എവിടെയെങ്കിലും നോക്കാം. ആഹാ, കള്ള് ഷാപ്പ് മൊത്തം വെള്ളത്തിൽ മുങ്ങി വെള്ള ഷാപ്പായി. ഇപ്പം മൊത്തം വെള്ളമായിപ്പോയി. എന്താ ചെയ്യുക? ഇതാണ് അവസ്ഥ. നല്ല സമയമാണെങ്കിൽ വേനൽ സമയത്ത് നല്ല പൈസയൊക്കെ കിട്ടും. മഴയായി കഴിഞ്ഞാൽ ഇതുങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഇന്ന് ഞങ്ങളിങ്ങനെ വന്നതിൻ്റെ പിന്നിൽ വേറൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷനും കൂടെ നോക്കണം. അത് വെള്ളത്തിൻ്റെ ആളിനെ ഇവിടെ ഇവിടെ എന്തോ ആഴമുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ അന്നേരം വെറുതെ പറഞ്ഞിട്ട് വള്ളത്തിൻ്റെ ആളിനെ കണ്ടിരുന്ന് നമുക്കൊന്ന് ചോദിക്കാം. വ്യൂ ഒക്കെ കൊള്ളാം, പക്ഷേ ഇത് അഴുക്ക് അല്ലേ. പിന്നെ നമ്മൾ എവിടെ പോകണമെന്ന് അറിയാമോ? മതിയോ? അല്ലേ പിന്നെ ആണോ? ലൈറ്റുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആസ്വദിക്കാൻ പറ്റും. വലിയ കാശൊന്നും കൊടുക്കാതെ ആസ്വദിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അത് പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച്. ഇവിടെയൊക്കെ വെള്ളം കയറ്റിയിട്ടിരിക്കുകയായിരുന്നെന്ന് പറയുന്നത്. ഭയങ്കര വെള്ളമായിരുന്നു. ഇപ്പോൾ അടുത്തപ്പം വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. പാടമാണ്, പക്ഷേ നമുക്ക് ഇറങ്ങാൻ പറ്റും. പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം.
സെലിബ്രേഷനാ. അതെ പറഞ്ഞു വിചാരിച്ച വലിയ പൈസ ഉണ്ടെന്ന് പറയരുത്. പറഞ്ഞു ഐസ്ക്രീം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സോഡ നാരങ്ങ ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്തത്. ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റാണെന്ന് എല്ലാവരും പറയുന്നു. എനിക്കും തോന്നിയിട്ടാണ്. നിൽക്ക് പതുക്കെ പോണേ. ദേ താറാവിനെ കാണിച്ചു കൊടുക്കട്ടെ കൊച്ചിന്. അവളിങ്ങനെ ഇത്രയും അടുത്ത് താറാവിനെ കണ്ടു കാണത്തില്ല. മോളേതേ കണ്ട താറാവ് പോകുന്നത് കണ്ട. ഇങ്ങനെ ഗ്രൂപ്പായിട്ടേ പോകത്തുള്ളൂ. കണ്ട ഇത്രയും അടുത്ത് കണ്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ഇല്ല. ഇപ്പം കണ്ടല്ലോ. കണ്ട്. ഇങ്ങനെയാണ് താറാവ് പോണത് കണ്ട. പക്ഷെ ഏത് സമയത്ത് ഇവിടെ വന്നാൽ അതൊക്കെ കാണാൻ പറ്റും നേരിട്ട്. കണ്ട ഇവരെന്ന് പറഞ്ഞാൽ ഒരാൾ പോകുമ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ പോകും. എല്ലാവരും ഇങ്ങനെ പുറകെ പോകും. ഇതിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകും. നമ്മളെ കണ്ടിട്ട് പോകുന്നതാണ്. കൊള്ളല്ലേ കാണാൻ. പിന്നെ ഇനി അവരങ്ങ് വെള്ളത്തിലോട്ട് ഇറങ്ങും. ഇത് കണ്ട ഇവർ ആദ്യം അങ്ങ് പോയായിരുന്നേ. അവർ പോയപ്പം കുറേ ആളുകൾ ഇവിടെ ബ്ലോക്കായിപ്പോയി. അവരെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നേ. മനുഷ്യരെ പോലൊന്നും അല്ല കേട്ടോ. മനുഷ്യരെന്ന് പറയുന്ന കൂട്ടത്തിലുള്ളവരെ കൂടി തള്ളിക്കളയുമ്പോൾ ഇവരണ്ട മിണ്ടാപ്രാണികൾ. അവർ കൂട്ടമായിട്ടേ നിൽക്കൂ. മനുഷ്യർക്കാണ് ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പിള്ളേർ മാത്രം മതി, വേറെ ആരും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ്. ചിലരങ്ങനെയല്ല കേട്ടോ. ചിലർ കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിക്കാൻ ഇപ്പോഴും താല്പര്യമുള്ളവരാണ്.